നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് നടന്നെടുക്കുവാൻ ജനകീയ ക്യാമ്പയിൻ. 10 ലക്ഷം പേർ പുതുതായി വ്യായാമത്തിലേക്ക് എത്തും. കണ്ണൂർ പൈതൃകോത്സവം ജനുവരി 1 മുണ്ടേരിയിൽ തുടക്കമാകും. ധർമ്മടം മുൻ MLA KK നാരായണൻ അന്തരിച്ചു. റൂട്ട് സെറ്റിക്ക് 40ന്റെ തിളക്കം. മാണിക്യ ജൂബിലി ആഘോഷിച്ചു. മോഹൻലാലിന്റെ അമ്മ അന്തരിച്ചു. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് സമാപനം. ചരിത്രത്തെ വികൃതമാക്കുന്നതിന് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കണ്ണൂർ പൈതൃകോത്സവത്തിന് ജനുവരി 1 മുണ്ടേരിയിൽ തുടക്കമാകും. വൈകിട്ട് 5 മണിക്ക് മുണ്ടേരി മുദ്ര ഓഡിറ്റോറിയത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനാകും. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിച്ചു, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK റസീന, പഞ്ചായത്ത് അംഗം സമീറ ടീച്ചർ, മ്യൂസിയം ആൻഡ് മൃഗശാല വകുപ്പ് സൂപ്രണ്ട് PS പ്രിയരാജൻ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് RLV രാമകൃഷ്ണൻ നയിക്കുന്ന സോദാഹരണ പ്രഭാഷണം നടക്കും. ക്ലാസിക്കൽ കലകളുടെ അഭിനയ സമ്പ്രദായത്തെക്കുറിച്ച് അവതരണത്തോടുകൂടിയുള്ള പ്രഭാഷണം, കലാരൂപങ്ങളുടെ സങ്കേതങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകും. 7:30 പുഷ്പവതി നയിക്കുന്ന സംഗീത ദിശ അരങ്ങേറും. കണ്ണൂരിൻ്റെ ചരിത്ര സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം രൂപീകരിക്കുക, പൈതൃക സംരക്ഷണത്തിൻ്റെ ആവശ്യകത എത്തിക്കുക എന്നീ ഉദ്ദേശത്തോടെയാണ് പൈതൃകോത്സവം സംഘടിപ്പിക്കുന്നത്. ജനുവരി 6 വരെയാണ് പൈതൃകോത്സവം നടക്കുന്നത്. സർഗോത്സവം 2025 തിരശ്ശീല വീണു. ഉന്നത വിദ്യാഭ്യാസം ഉറപ്പിക്കാൻ വിദ്യാർത്ഥികൾ പ്രയത്നിക്കണമെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കലാമേള സർഗോത്സവം 2025 വർണ്ണമയ സമാപനം. കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ മികച്ച മുന്നേറ്റം നേടാൻ പട്ടികവർഗ വിഭാഗക്കാർക്ക് സാധിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വിദ്യാർത്ഥികൾ പ്രയത്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലക്ക് കരുത്ത് പകരാനാണ് കലാകായിക മേളകൾ വകുപ്പ് സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളിൽ അന്തർലീനമായ സർഗവാസനകൾ പുറത്തെടുത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് ഇവരെ ഉയർത്തുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. പട്ടികവർഗ വിഭാഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം കലാകായിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യം വെച്ചാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളെയും 127 ഹോസ്റ്റലുകളെയും 1500-ലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ലിഷ ദീപക്, പട്ടികവർഗ വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KS ശ്രീരേഖ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനേച്ച് മേപ്പടിയത്ത്, ITDP പ്രൊജക്ട് ഓഫീസർ രാജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ധർമ്മടം മുൻ MLAയും CPM നേതാവുമായ KK നാരായണൻ 77 അന്തരിച്ചു. മുണ്ടലൂർ LP സ്കൂളിൽ NSS ക്യാമ്പിലെ കുട്ടികളുമായി സംസാരിച്ചിരിക്കെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പേതശ്ശേരി AKG സ്മാരക ആശുപത്രിയിലും തുടർന്ന് ചാലിലെ മിംസ് ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈകിട്ട് 5:51 അന്ത്യം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ആയിരുന്നു അദ്ദേഹം. 2011 ധർമ്മടം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക്, AKG സ്മാരക സഹകരണ ആശുപത്രി എന്നിവയുടെ പ്രസിഡന്റ് ആയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ കൂത്തുപറമ്പിൽ നടന്ന കൂത്തുപറമ്പ് സഹകരണ യൂണിയൻ്റെ സഹകരണ വാരാഘോഷത്തിൽ സമ്മാനദാനം നടത്തിയിരുന്നു. തൃശ്ശൂരിൽ സഹകരണ വാരാഘോഷ ചടങ്ങിലും പങ്കെടുത്തിരുന്നു KK നാരായണൻ. മൃതദേഹം പെരളശ്ശേരി എടക്കടവിലെ വീട്ടിൽ എത്തിച്ചു. നാളെ രാവിലെ 10:30 മുതൽ 12:30 വരെ പെരളശ്ശേരി സ്കൂളിൽ പൊതുദർശനം വെക്കും. തുടർന്ന് 1 മണി മുതൽ 2 മണി വരെ എടക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസായ താഴ്ചവയിലും 2:30 മുതൽ 4 മണി CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതു ദർശനത്തിന് വെക്കും. തുടർന്ന് പയ്യാമ്പലത്ത് സംസ്കരിക്കും. റൂട്ട് സെറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 40ാം വാർഷികം ആഘോഷിച്ചു. ഡയറക്ടർ CV ജയചന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കനറ ബാങ്ക് കണ്ണൂർ മേഖലാ തലവൻ അൻഷുമാനെ ഉദ്ഘാടനം ചെയ്തു. 1985 കണ്ണപുരം ആസ്ഥാനമാക്കി കണ്ണൂർ റൂട്ട് സെറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. പിന്നീട് കാഞ്ഞിരങ്ങാടത്തേക്ക് ഇന്നത്തെ നിലയിലുള്ള കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു. 1000ഓളം കോഴ്സുകളിലൂടെ 10,000 കണക്കിന് സംരംഭകരെ വാർത്തെടുക്കാൻ കണ്ണൂർ സെന്ററിന് സാധിച്ചിട്ടുണ്ട്.
കേരളത്തിലെ മികച്ച ആർസെറ്റിയായും രാജ്യത്തെ മികച്ച മൂന്നാമത്തെ റൂട്ട് സെറ്റിയായും തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ റൂട്ട് സെറ്റിയെ റൂട്ട് സെറ്റുകളുടെ തലവൻ ധർമ്മസ്ഥലിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ BP വിജയകുമാർ അഭിനന്ദിച്ചു. മികച്ച ജീവനക്കാരനായി N. അഭിലാഷ്, മികച്ച നൈപുണ്യ പരിശീലകനായി M. ശ്രീനാഥ്, സമഗ്ര സംഭാവനക്കുള്ള ബഹുമതി വിസ്യ ബാബു എന്നിവരും നേടി. കനറ ബാങ്കിലേക്ക് തിരിച്ചു പോകുന്ന ഡയറക്ടർ C. വിജയേന്ദ്രൻ യോഗത്തിൽ യാത്ര അയപ്പ് നൽകി. ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ഡോക്ടർ രഞ്ജിത്ത്, KS, KP രവീന്ദ്രൻ, മുൻ ഡയറക്ടർമാരായ PV സുരേന്ദ്രൻ, M. ഭാസ്കരൻ, C. അബ്ദുൽ കരീം, ബാബു വിസിയൻ, PV വിനോദ്, C. അനസൂയ എന്നിവർ സംസാരിച്ചു. സീനിയർ പരിശീലകരായ അഭിലാഷ് നാരായണൻ സ്വാഗതവും C. റോഷ്നി നന്ദിയും പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ 90 അന്തരിച്ചു. കൊച്ചി എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ്. നടൻ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ചലച്ചിത്ര മേഖലയും നിരവധി സാംസ്കാരിക മേഖലയും പ്രവർത്തകർ മോഹൻലാലിൻ്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. തിരുവനന്തപുരം മുഴവൻ മുകളിലെ കുടുംബ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. കഴിഞ്ഞ വർഷം അമ്മയുടെ 89ാം പിറന്നാൾ ദിനം മോഹൻലാലും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാമായി ആഘോഷിച്ചിരുന്നു. മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരേലാലും അന്തരിച്ച ശേഷം ശാന്തകുമാരി അമ്മ മോഹൻലാലിന് ഒപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത്. അമ്മയുമായി ഹൃദ്യമായ ആത്മബന്ധം പുലർത്തിയിരുന്ന മോഹൻലാൽ പല വേദികളിലും ബ്ലോഗുകളുമായി തൻ്റെ സിനിമാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അമ്മ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചിട്ടുണ്ട്. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേട്ടം അമ്മയ്ക്കൊപ്പം പങ്കുവെക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമെന്ന് മോഹൻലാൽ പ്രതികരിച്ചിരുന്നു. പുരസ്കാരം ലഭിച്ച വിവരം അറിഞ്ഞ നടൻ ആദ്യം സന്ദർശിച്ചത് അമ്മയെ ആയിരുന്നു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷം ഉണർവ് 2020 സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ഭിന്നശേഷി ജില്ലാതല കലാമേള സമാപിച്ചു. കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാർ 26 പോയിന്റുകളോടെ ഓവറോൾ ചാമ്പ്യന്മാരായി. ഡിഫറൻലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ റണ്ണറപ്പായി. പോലീസ് സഭാ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ADM കലാഭാസ്കർ അധ്യക്ഷയായി. ജില്ലാ പോലീസ് മേധാവി PV നിതിൻ രാജ് മുഖ്യ അതിഥിയായി. പരിപാടിയോടനുബന്ധിച്ച് P. സന്തോഷ് കുമാർ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് 2,16,000 രൂപ ഉപയോഗിച്ചുള്ള സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറും ഇലക്ട്രോണിക് വീൽചെയറും വിതരണം ചെയ്തു. സംഘനൃത്തം, മിമിക്രി, പ്രസംഗം, കവിതാപാരായണം, ലളിതഗാ, സമൂഹഗാനം എന്നീ ഇനങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ജൂനിയർ, സീനിയർ, സബ് ജൂനിയർ വിഭാഗത്തിൽ നിന്നുമായി 160ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു. രാഷ്ട്ര ഭിന്നശേഷി ദിനാചരണ പരിപാടിയുടെ 2ാം ഘട്ടമായാണ് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യാലയം, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി, വിവിധ ഭിന്നശേഷി സംഘടനകൾ, സ്പെഷ്യൽ സ്കൂളുകൾ, ബഡ്സ് സ്കൂളുകൾ, ഭിന്നശേഷി സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ ഭിന്നശേഷി ജില്ലാതല കലാമേള പോലീസ് സഭാ ഹാൾ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹാൾ എന്നീ വേദികളായി സംഘടിപ്പിച്ചത്. ഭിന്നശേഷി അവകാശ സെമിനാർ ഡിസംബർ 3 നടന്നിരുന്നു. സമൂഹ പുരോഗതിക്ക് വേണ്ടി ഭിന്നശേഷിക്കാരെ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളെ പരിപോഷിക്കുക എന്നതാണ് 2025 അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തിന്റെ തീം. തലശ്ശേരി നഗരസഭ സ്കൂൾ, പ്രതീക്ഷ ഭവൻ, പള്ളിക്കുന്ന് BRC സെന്റ് മേരീസ് സ്പെഷ്യൽ സ്കൂൾ, പരിവാർ BRC അഞ്ചരക്കണ്ടി തണൽ, ശാന്തിദീപം JC സ്പെഷ്യൽ സ്കൂൾ, മുണ്ടേരി ബഡ്സ് സ്കൂൾ, കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാർ, ഓൾ കേരള ഭിന്നശേഷി ഫെഡറേഷൻ, കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്, ഇൻക്ലൂസീവ് പേരൻസ് അസോസിയേഷൻ എന്നിവരിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P. ബിജു, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ OV വിജയൻ, സംസ്ഥാന ഭിന്നശേഷി ഉപദേശ സമിതി അംഗം ജയകുമാർ, DAW ഭിന്നശേഷി ജില്ലാ കമ്മിറ്റി അംഗം PV ഭാസ്കരൻ, KFP ഭിന്നശേഷി ജില്ലാ കമ്മിറ്റി അംഗം മുരളീധരൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി NSS ജില്ലാ കോർഡിനേറ്റർ KP നിതീഷ്, കണ്ണൂർ ഗവൺമെന്റ് വൃദ്ധസദനം സൂപ്രണ്ട് നിഷാന്ത്, KSSM ജില്ലാ കോർഡിനേറ്റർ K. അനീഷ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് PK നാസർ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിൻ തുടക്കമാകുന്നു. പുതുവത്സര ദിനത്തിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് വിളംബര ജാഥയുടെ സമാപനവും തിരുവനന്തപുരത്ത് നടക്കും. അന്നേ ദിവസം 10 ലക്ഷത്തോളം പേർ പുതുതായി വ്യായാമത്തിലേക്ക് എത്തും. വൈബ് ഫോർ വെൽനസ് പ്രവർത്തനങ്ങൾക്ക് 4 പ്രധാന ഘടകങ്ങളാണ് ഉണ്ടാകുക. ആരോഗ്യകരമായ ഭക്ഷണം, മതിയായ വ്യായാമം, കൃത്യമായ ഉറക്കം, ആരോഗ്യ പരിപാലനം എന്നിവയാണവ. ഈ ലക്ഷ്യം കൈവരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ സർക്കാർ, തദ്ദേശ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നിവയാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. പുതുവത്സര ദിനത്തിൽ ആരോഗ്യത്തിനായി പ്രതിജ്ഞ എടുക്കുവാനും ക്യാമ്പയിൻ ആഹ്വാനം ചെയ്യുന്നു. ആരോഗ്യശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പരിപാടികൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കും. സൈക്കിൾ റാലി, കൂട്ടയോട്ടം, കൂട്ടനടത്തം, സുംബ ഡാൻസ്, സ്കേറ്റിംഗ്, കളരിപ്പയറ്റ്, പൂരക്കളി,
പുലിക്കളി, കായിക ടൂർണമെന്റുകൾ, ആരോഗ്യകരമായ ഭക്ഷണം തയ്യാറാക്കൽ പരിശീലനം, ഭക്ഷ്യപ്രദർശനങ്ങൾ, വ്യായാമ പരിശീലനം, യോഗ പരിശീലനം, ഫ്ലാഷ് മോബ് തുടങ്ങിയവ എല്ലാ ജില്ലകളും സംഘടിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് സമാപനം. ചരിത്രത്തെ വികൃതമാക്കുന്നതിന് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ്. NCERT ചരിത്ര പാഠപുസ്തകങ്ങളുടെ പ്രസക്തമായ പല ഭാഗങ്ങളും വെട്ടിമാറ്റിക്കൊണ്ട് ചരിത്രത്തെ വികൃതമാക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ജനറൽ ബോഡി യോഗം ശക്തമായി അപലപിച്ചു. പുതിയ ഗവേഷകർക്ക് ചരിത്രരചനയുടെ രീതിശാസ്ത്രത്തെക്കുറിച്ച് ഓൺലൈൻ പരിശീലനം സൗജന്യമായി നൽകാനും ചരിത്രരചനയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ യുവ ഗവേഷകർക്ക് മാർഗനിർദ്ദേശം നൽകാനും ചരിത്ര കോൺഗ്രസ് തീരുമാനിച്ചു. ഇന്ത്യയിലെ പ്രഗത്ഭരും മൗലിക ഗവേഷണത്തിന്റെ മാതൃകവുമായ റൊമീല താപ്പർ, RS ശർമ്മ, നൂറുൽ ഹസൻ, KN പണിക്കർ, ഇർഫാൻ ഹബീബ്, ബിപിൻ ചന്ദ്ര തുടങ്ങിയ ചരിത്രകാരുടെ രീതികൾ അവലംബിക്കാൻ പുതുതലമുറയെ സജ്ജമാക്കാൻ ആവശ്യമായ പിന്തുണ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പറഞ്ഞു. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് നടക്കുന്നത്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗീതമ്മ, ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് സെക്രട്ടറി പ്രൊഫസർ സയ്യിദ് അലി നദീം സ്രാഫി, പ്രിൻസിപ്പൽ പ്രൊഫസർ K വാസന്തി, പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ MT നാരായണൻ, സംഘാടന സമിതി വർക്കിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ P മോഹൻദാസ്, ജനറൽ കൺവീനർ A വത്സൻ എന്നിവർ പങ്കെടുത്തു. 84ാം ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായി നിർമ്മിച്ച തലശ്ശേരി ദ ട്രസ്റ്റ് വിത്ത് ഹിസ്റ്ററി എന്ന ഡോക്യുമെന്റ് സ്പീക്കർ പ്രകാശിപ്പിച്ചു. കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ ലളിതസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഡോക്യുമെന്റിന്റെ ഛായാഗ്രഹണം പ്രതാപ് ജോസഫ്, എഡിറ്റിംഗ് ബ്രണ്ണൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളായ ശിവദത്ത് VV, സിദ്ധാർത്ഥ് P എന്നിവരാണ് നിർവഹിച്ചത്. ഡോക്ടർ വിനോദ് നാവത്ത്, ഡോക്ടർ A വത്സരൻ, ഡോക്ടർ N സാജൻ എന്നിവർ ഡോക്യുമെന്റിന്റെയും ഗവേഷണ നിർവ്വഹണത്തിലും സഹകരിച്ചു. തലശ്ശേരിയുടെ പൈതൃകവും ചരിത്രവും ഭൂപ്രകൃതിയും ഡോക്യുമെന്ററി അനാവരണം ചെയ്യുന്നു. ബ്രണ്ണൻ കോളേജ്, ചേരമൻകോട്ട അഗ്രികൾച്ചർ ചർച്ച്, കത്തീഡ്രൽ ചർച്ച്, വെല്ലസി ബംഗ്ലാവ്, ഗൂണ്ടട്ട് ബംഗ്ലാവ്, ഓടത്തൽ പള്ളി, തായലങ്ങാടി പള്ളി, ജഗന്നാഥ ടെമ്പിൾ, തിരുവങ്ങാട് ടെമ്പിൾ, അണ്ടലൂർ കാവ്, പാറപ്പുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക സ്മാരകം, ചിറക്കര സർക്കസ്, കളരി, ജവഹർ ഘട്ട്, മൊയ്തു പാലം, ധർമ്മടം, മുഴപ്പിലങ്ങാട് ബീച്ചുകൾ തുടങ്ങിയവ ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കരിപ്പൂർ വിമാനം കാണാനെത്തിയ യുവാവ് വ്യൂ പോയിന്റിൽ നിന്ന് വീണ് മരിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപമുള്ള വെങ്കുളത്തമൂട് വ്യൂ പോയിന്റിൽ നിന്ന് ആണ് യുവാവ് വീണ് ദാരുണമായി അന്തരിച്ചത്. മലപ്പുറം മണ്ടുപ്പറമ്പ് സ്വദേശി ജിതിനാണ് മരിച്ചത്. വിമാനങ്ങൾ പറന്നുയർന്നതും ഇറങ്ങുന്നതുമായ കാഴ്ച കാണാനായി സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയതായിരുന്നു ജിതിൻ. വ്യൂ പോയിന്റിൽ നിൽക്കുന്നതിനിടെ അബദ്ധത്തിൽ താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. വീഴ്ചയിടയ്ക്കിടെ കഴുത്തിൽ മരക്കൊമ്പ് തറച്ചു കയറി ഗുരുതരമായി പരിക്കേറ്റ ജിതിനെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈകുന്നേരങ്ങളിൽ മറ്റും നിരവധി സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് വെങ്കുളത്തമാട്. സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.